ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ അഹങ്കാരിയായ ഒരു സിംഹമുണ്ടായിരുന്നു. രുദ്ര എന്നായിരുന്നു അവന്റെ പേര്. കാട്ടിലെ ഏറ്റവും ശക്തിശാലിയും ധൈര്യശാലിയും താനാണെന്നാണ് അവന്റെ വിചാരം. അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളെയെല്ലാം വളരെ പുച്ഛത്തോടെയാണ് അവൻ കണ്ടിരുന്നത്. ആരെയും കളിയാക്കുന്നതും കരയിക്കുന്നതും അവന്റെ ശീലമായിരുന്നു. മുൻകോപിയായ അവനെ എല്ലാവർക്കും പേടിയുമായിരുന്നു. ഒരു ദിവസം കാട്ടിലൂടെ അഹങ്കരിച്ചു നടക്കുകയായിരുന്നു രുദ്ര. അപ്പോഴാണ് അവൻ ഒരു അണ്ണാരക്കണ്ണനെ കണ്ടത്. അണ്ണാരക്കണ്ണൻ ഒരു വലിയ ആപ്പിളും ചുമലിലേന്തി പോവുകയായിരുന്നു. പെട്ടെന്ന് അവന്റെ കാൽ വഴുതി കയ്യിലുണ്ടായിരുന്ന ആപ്പിൾ ഉരുണ്ടുരുണ്ട് സിംഹത്തിന്റെ കാലിനടുത്ത് വന്ന് വീണു. ഇതുകണ്ട സിംഹം ഒരു പരിഹാസച്ചിരിയോടെ പറഞ്ഞു, "എടാ കുഞ്ഞാ, നിന്നെ കൊണ്ട് ആ വലിയ ആപ്പിൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവനവന് പറ്റിയ പണി ചെയ്യാൻ നോക്കിയാൽ പോരെ. അതെങ്ങനെയാ അത്യാഗ്രഹം, അല്ലാതെ എന്തു പറയാൻ. എടാ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ." ഇത് കേട്ട അണ്ണാന് നല്ല വിഷമമായി. അവൻ പറഞ്ഞു, "രുദ്ര, നീ ശക്തിശാലിയായ സിംഹമായിരിക്കാം. പക്ഷേ മറ്റുള്ളവർക്കൊന്നും ശക്തിയും ബുദ്ധിയുമില്ലെന്ന് വിചാരിക്കരുത്. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കുന്നത് അത്ര നന്നല്ല." ഇത് കേട്ട രുദ്ര പരിഹാസത്തോടെ പറഞ്ഞു, "പിന്നെ ഒരു ആപ്പിൾ പോലും സ്വന്തമായി കൊണ്ടുപോകാനുള്ള ശക്തി അവനില്ല. എന്നിട്ട് സംസാരിക്കുന്നത് കേട്ടില്ലേ? ശക്തിമാനാണെന്നാണ് വിചാരം. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും." ഇത്രയും പറഞ്ഞ് കാലിനടുത്തുള്ള ആപ്പിൾ അവൻ ദൂരേക്ക് ചവിട്ടി തെറിപ്പിച്ചു. ഈ കാര്യം കാട്ടുതീ പോലെ പടർന്നു. മൃഗങ്ങൾ സിംഹത്തിന്റെ അഹങ്കാരം കൊണ്ട് പൊറുതി മുട്ടി. പക്ഷേ അവന്റെ മുൻപിൽ പോയി എന്തെങ്കിലും പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. എല്ലാം സഹിച്ചു ജീവിക്കുക മാത്രമായിരുന്നു അവരുടെ മുൻപിലുള്ള ഏക വഴി. കാട്ടിലെ താമസക്കാരനായിരുന്ന ആമ അപ്പൂപ്പനും രുദ്രയെക്കുറിച്ച് കേട്ടു. ഇവന്റെ അഹങ്കാരം എങ്ങനെയെങ്കിലും മാറ്റണം. കാട്ടിലെ മറ്റു മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട രുദ്ര ഇങ്ങനെ ഒരു അഹങ്കാരിയായാൽ കാടിനത് നല്ലതല്ല. അപ്പൂപ്പനാമ വിചാരിച്ചു. അപ്പൂപ്പനാമയെ എല്ലാവരും ബഹുമാനത്തോടെ ഗുരുജി എന്നാണ് വിളിച്ചിരുന്നത്. രുദ്രയുടെ അഹങ്കാരം മാറ്റാൻ ഗുരുജി ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത ദിവസം രാവിലെ ഗുരുജി രുദ്രയെ കാണാൻ അവന്റെ ഗുഹയിലെത്തി. ഗുരുജിയെ കണ്ടതും രുദ്ര ചോദിച്ചു, "എന്താ രാവിലെ തന്നെ എന്റെ ഗുഹയുടെ മുൻപിൽ വന്നിരിക്കുന്നത്? എന്താണ് കാര്യം?" ഗുരുജി പറഞ്ഞു, "രുദ്ര, നീയാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തിമാനും ബുദ്ധിമാനും എന്നാണല്ലോ നിന്റെ വിശ്വാസം. ഞാനതൊന്ന് പരീക്ഷിക്കാൻ വന്നതാണ്. ഞാൻ നിനക്ക് 3 ജോലികൾ തരും. അതെല്ലാം ശരിയായി പൂർത്തിയാക്കിയാൽ നീയാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തിമാനും ബുദ്ധിമാനുമായ ജീവി എന്ന് സമ്മതിച്ചു തരാം." ഇത് കേട്ട സിംഹം വിചാരിച്ചു, ഈ കുഞ്ഞനമ്മ വിചാരിച്ചാൽ എന്നെ എന്തു ചെയ്യാനാണ്? എന്ത് കാര്യവും ബുദ്ധിയും ശക്തിയുമുള്ള എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അവൻ ഗുരുജിയോട് പറഞ്ഞു, "ഓ, അതിനെന്താ, എന്തു വെല്ലുവിളിയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കുഞ്ഞനായി നിനക്ക് എൻ്റെ അടുത്ത് വന്ന് ഇത്രയും സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായല്ലോ. ഇത്തവണ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?" ഇത് കേട്ട ആമ പറഞ്ഞു, "ആദ്യത്തെ ജോലി ഈ പുഴ അപകടമൊന്നും കൂടാതെ മറികടക്കുക എന്നതാണ്. അതിന് നിനക്ക് നിന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിക്കാം. എന്താ, തയ്യാറാണോ?" ഇതെല്ലാം കാണാനായി അവിടെ തടിച്ചുകൂടിയ മൃഗങ്ങളോട് സിംഹം പറഞ്ഞു, "ഹോ, ഇത്രയും എളുപ്പമായ കാര്യമാണോ ഞാൻ ചെയ്യേണ്ടത്? കഷ്ടം തന്നെ. ഇത് ഞാൻ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കും." എല്ലാ മൃഗങ്ങളും ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. അഹങ്കാരിയായ രുദ്ര ഒന്നും ആലോചിക്കാതെ പുഴയിലേക്ക് ഇറങ്ങി. പുഴയുടെ തീരത്ത് മുഴുവൻ ചെളിയായിരുന്നു. രുദ്രയുടെ കാൽ ചെളിയിൽ പുതഞ്ഞുപോയി.
എത്ര ശ്രമിച്ചിട്ടും ചെളിയിൽ പൂണ്ട കാൽ വലിച്ചെടുക്കാൻ രുദ്രയ്ക്കായില്ല. അപ്പോഴാണ് രുദ്ര അടുത്തുനിന്നും ഒരു വിളി കേട്ടത്. നോക്കിയപ്പോഴോ അത് അന്ന് രുദ്ര കളിയാക്കി വിട്ട അതേ അണ്ണാരക്കണ്ണനായിരുന്നു. ഒരു ചിരിയോടെ അണ്ണാരക്കണ്ണൻ ചോദിച്ചു, എന്തുപറ്റി രുദ്ര? രക്ഷപ്പെടാൻ പറ്റുന്നില്ലേ? ഞങ്ങളാരെങ്കിലും സഹായിക്കണോ? ഇളിഭ്യനായി നിന്ന സിംഹം മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ തലയാട്ടി. അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം കൂടെ ഒരു വിധത്തിൽ രുദ്രയെ രക്ഷിച്ചു. ഗുരുജി രുദ്രയോട് ചോദിച്ചു, എന്താ രുദ്ര, അടുത്ത വെല്ലുവിളി ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? അതെ, രുദ്ര പറഞ്ഞു. എന്താണ് ഞാനിനി ചെയ്യേണ്ടത്? ഇത് കേട്ട ഗുരുജി പറഞ്ഞു, ആ ഗുഹയുടെ ഉള്ളിൽ ഞാൻ സ്വാദിഷ്ടമായ ഭക്ഷണം വെച്ചിട്ടുണ്ട്. നീ അത് കഴിച്ചിട്ട് വരണം. പക്ഷേ അതിനായി നീ ശക്തി പ്രയോഗിക്കരുത്, ബുദ്ധി മാത്രമേ പ്രയോഗിക്കാവൂ. രുദ്ര പതുക്കെ ഗുഹയുടെ അകത്തേക്ക് കയറി നോക്കി. അപ്പോഴോ ഗുഹയുടെ ഉള്ളിലായി കുറച്ച് ഭക്ഷണം വെച്ചിട്ടുണ്ട്. അതിനടുത്ത് ഒരു കുറുക്കനും നിൽക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയ രുദ്രയെ കുറുക്കൻ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ ഭക്ഷണം കഴിക്കാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയണം. എന്താ, തയ്യാറാണോ? ഇത് കേട്ട രുദ്രയ്ക്ക് ദേഷ്യം വന്നു. അവൻ കുറുക്കനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് ശക്തി പ്രയോഗിക്കരുത് എന്ന് ഗുരുജി പറഞ്ഞത് അവന് ഓർമ്മ വന്നത്. രുദ്ര ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട കുറുക്കൻ പറഞ്ഞു, എനിക്ക് കാലുകളില്ല, പക്ഷേ ഞാൻ ഓടും. എനിക്ക് വായയില്ല, പക്ഷെ ഞാൻ സംസാരിക്കും. ആരാണു ഞാൻ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ? രുദ്ര ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാറ്റ് ശക്തിയായി വീശുന്ന ശബ്ദം രുദ്ര കേട്ടത്. അവൻ പറഞ്ഞു, ഉത്തരം കാറ്റ്. ഇത് കേട്ട കുറുക്കൻ പറഞ്ഞു, ശരിയായ ഉത്തരം. ഇനി നീ ഭക്ഷണം കഴിച്ചോളൂ. സിംഹത്തിന് വളരെ അഭിമാനം തോന്നി. അവൻ ആദ്യമായിട്ടായിരുന്നു ശക്തി ഉപയോഗിക്കാതെ ബുദ്ധി ഉപയോഗിച്ച് എന്തെങ്കിലും നേടുന്നത്. അങ്ങനെ രുദ്ര മൂന്നാമത്തെ വെല്ലുവിളിക്ക് തയ്യാറായി. അടുത്തതായി ഗുരുജി രുദ്രയെ കൊണ്ടുപോയത് മറിഞ്ഞുകിടക്കുന്ന ഒരു പഴയ മരത്തിന്റെ അരുകിലേക്കാണ്. ആ മരത്തിന്റെ വേരുകൾക്കിടയിൽ 3 സിംഹക്കുഞ്ഞുങ്ങൾ കുരുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതുകണ്ടതും രുദ്ര സിംഹക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പുറപ്പെട്ടു. അപ്പോൾ ഗുരുജി പറഞ്ഞു, രുദ്ര, ഈ വെല്ലുവിളിയിൽ ജയിക്കാൻ നീ നിന്റെ ശക്തിയും ബുദ്ധിയുമല്ല, വിവേകമാണ് പ്രയോഗിക്കേണ്ടത്. ഇതുകേട്ട രുദ്ര ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് അവിടെ നിന്നിരുന്ന ആനച്ചേട്ടനോട് പറഞ്ഞു, ആനച്ചേട്ടാ, ഈ മരം കുറച്ചു നേരം പതിയെ ഒന്ന് പൊക്കിപ്പിടിക്കാമോ? ആനച്ചേട്ടൻ അത് കേട്ടതും സർവശക്തിയും എടുത്ത് പതുക്കെ മരം കുറച്ച് പൊക്കി പിടിച്ചു. രുദ്ര കുരങ്ങച്ചനോട് വേരിനിടയിൽ കുറച്ച് മണ്ണ് മാറ്റി സിംഹക്കുഞ്ഞുങ്ങൾക്ക് പുറത്തു വരാൻ വഴിയൊരുക്കാൻ പറഞ്ഞു. അത്രയും സമയം അണ്ണാരക്കണ്ണനോട് അകത്തുപോയി സിംഹക്കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാനും പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് സിംഹക്കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. എല്ലാത്തിനും ശേഷം രുദ്ര എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ കരുതിയിരുന്നത് ഞാനാണ് ഏറ്റവും വലിയവൻ എന്നായിരുന്നു. ഇന്നാണ് എനിക്ക് മനസ്സിലായത്, വലിയവനാകാൻ ശക്തി മാത്രം പോരാ, ബുദ്ധിയും വിവേകവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഒരുമിച്ച് ജോലി ചെയ്യാനുള്ള കഴിവും ഇതെല്ലാം വേണമെന്ന്. ഇത് മനസ്സിലാക്കാൻ സഹായിച്ച ഗുരുജിയോട് അവൻ നന്ദി പറഞ്ഞു. അന്നു മുതൽ രുദ്ര എല്ലാവരോടും നന്നായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.